സോ ഹേ ഗായ്സ്, അപ്പൊ ഇന്നലെ ഒരു അമ്പലത്തിൽ പോയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇന്ന് നേരം വൈകാതെ രാവിലെ നേരത്തെ എണീറ്റ് കുളിച്ച് റെഡിയായി വേറൊരു അമ്പലത്തിൽ പോവാ. ഓ, ഈ അമ്പലങ്ങളിലേക്കൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ പോണത്. ഇന്നലെ പോയ അമ്പലത്തേക്ക് ആദ്യമായിട്ടാ പോയത്, ഇന്ന് പോണ അമ്പലത്തേക്ക് ആദ്യമായിട്ടാ പോണത്. ഏതോ മാമലയുടെ അടുത്ത് എന്നൊക്കെയാ പറഞ്ഞ. മാമലയ്ക്ക് ഞാൻ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്. അപ്പോ ഇന്ന് ഈ അമ്പലത്തിൽ പോയി കഴിഞ്ഞിട്ട് മാമലയ്ക്ക് പോകാൻ പറ്റുമോ എന്ന് അറിയില്ല, നോക്കാം. നോക്കിയിട്ട് പറ്റുമെങ്കിൽ പോവാം. ഓക്കെ, അപ്പൊ ഇവിടുന്ന് അമ്പലത്തിലോട്ടുള്ള യാത്ര തുടങ്ങി. வானம் பறந்து பார்க்க ஏங்கும் பூக்கள் சிறகை நீட்டுதா, ஓடும் நதியினிலே ஓடம் ஓய்ந்து கரையை தேடுதா. என்றும் இவனும் குழந்தையா, வார்த்தை இன்னும் மழலையா, சிரிப்பில் இதயம் பொங்குதே, கருணை சிந்துதே. காற்று மலையில் மோதலாம், அந்த கடலில் சீரலாம், இந்த குழந்தை കൂട്ടത്തിൽ ഇവനും തെன்றലേ. അപ്പൊ ഇതാണ് പോണ്ട വഴി. വേറൊരു ചേട്ടനുണ്ട്, അവർ ഇനി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ, പാതി വഴി എത്തിയിട്ടുള്ളൂ. അവർക്കും വഴി അറിയില്ല. ഇവിടെ വരുന്ന ആർക്കും വഴി അറിഞ്ഞൂടാ. സ്ഥലം കൊള്ളാട്ടാ, സ്ഥലം അടിപൊളി, നല്ല പാടം. ഇനി അവരെപ്പോൾ എത്തുമെന്ന് അറിയില്ല കേട്ടോ, അത് നോക്കി നിൽക്കുവാന്. ഇനി അവർ രണ്ടാളും വന്നിട്ട് വേണം ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാനായിട്ട്, അമ്പലത്തിലോട്ട് പോകാനായിട്ട്. ഇത് ഏകദേശം വാമലയില്ലേ, വാമലയുടെ അവിടെ നിന്ന് സൈഡ് ഇങ്ങനെ സൈഡ് വഴിയാണ് വരുന്നത്. വാമലയ്ക്ക് പോകുന്ന റൂട്ടും ഇപ്പുറത്തേക്ക് വരുന്ന റൂട്ടും ഒരു റോഡാണ്. അപ്പോൾ സോ ഇവിടെ വന്ന് നിൽക്കുക. അപ്പോൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ അവരെവിടെ എത്തിയെന്ന് അറിയില്ല. ഞാൻ അവരൊന്ന് വിളിച്ചു നോക്കിയിട്ട് പിന്നെ വരാം. ഓക്കെ, അവർ വന്നിട്ട് വരാം. ഓക്കെ ഗൈസ്, വഴിതെറ്റി അല്ല നേരം വൈകി വന്ന ആൾക്കാരാണ് ഇവർ കേട്ടോ. വഴിതെറ്റി പോയവർ അതേ പോയി അവർ കറക്റ്റ് സ്ഥലത്തെത്തി. ഇത് നേരം വൈകി വന്ന ആൾക്കാരാണ്. ഇവർക്ക് അവിടെ നിന്ന് റൈറ്റ് എടുത്ത് പോവായിരുന്നു, പക്ഷെ പറ്റിയില്ല. അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ നിന്ന് അങ്ങനെ പോണ്. ആ നന്നായി. അപ്പൊ എന്തായാലും അവർ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇനി നേരെ അമ്പലത്തിലോട്ട് പോവാ. ഓക്കെ, അങ്ങനെ അമ്പലം എത്തി. അപ്പൊ എല്ലാരും ആയിട്ട് കണ്ടുപിട്ടിയത് അപ്പച്ചേട്ടനുണ്ട്, വഴിതെറ്റി പോയവരൊക്കെ ഉണ്ട്. അപ്പൊ ഇവിടെ എല്ലാരും ഉണ്ട്. നമ്മളെത്തി ഗൈസ്. ഇത് ബാക്കിലാണ് അമ്പലം, ആ അമ്പലത്തേക്കാണ് വന്നത്. ഓക്കെ, നമ്മളെല്ലാവരും എത്തി. അപ്പൊ ഇനി അകത്ത് പോകുമ്പോ വീഡിയോ എടുക്കാൻ പാടില്ല എന്നറിയാം. അപ്പൊ നമ്മള് അകത്ത് പോയിട്ട് തൊഴുത് കഴിഞ്ഞിട്ട് പിന്നെ പുറത്ത് നിന്നിട്ട് വീഡിയോ എടുക്കാം. അകത്ത് വീഡിയോ എടുക്കാൻ പാടില്ല. ഓക്കെ, സെറ്റ്. ബാക്കിൽ കാണുന്ന അമ്പലം. ഓക്കെ, സ്റ്റോറേജില്ലായിരുന്നു, കുറെ വീഡിയോ കളഞ്ഞതാ. അങ്ങനെ കുളത്തിലെ മീൻ ഗൈസ്, അമ്പലത്തിലെ കുളമാണ് ഗൈസ്. എന്താ അമ്പലത്തിലെ കുളത്തിൽ നിറച്ച മീനാ, നിറച്ച മീനാണ് ഗൈസ്. നല്ല വലിയ കുളമാണല്ലോ. ഇത്ര വലിയ കുളം, ഈ കുളം പറ്റൂ? നമ്മുടെ കുളത്തില ഗൈസ്. അങ്ങനെ അമ്പലത്തിൽ കയറി തൊഴുതു ഇറങ്ങി. അമ്പലത്തിൽ കയറി തൊഴുതിറങ്ങിയപ്പോ നേരെ ചായ കുടിക്കുക. ചായ കുടിച്ചിട്ട് നേരെ മാമലയിൽ പോകാന്നാണ് പറയുന്നത്. അപ്പൊ നോക്കാം, മാമലയിൽ പോകുന്ന ഇല്ലയോന്ന് അറിയില്ല. ചായ കുടിച്ചതിന് ശേഷം പറയാൻ പറ്റുള്ളൂ. നോക്കാം, സെറ്റ്. ഈ ചായ കുടിക്കുന്ന സ്പോട്ടിൽ നിർത്താം ഗൈസ്. അങ്ങനെ കോട്ടമലയ്ക്ക് പോവാ. മാമല മാറ്റി മാമലയ്ക്ക് പോണില്ല, അപ്പൊ കോട്ടമലയ്ക്ക് പോവാ. മാമല എല്ലാവരും പോയതാ, ഞാനൊക്കെ 3-4 പ്രാവശ്യം പോയതാണ്. അതുകൊണ്ട് വാമല വേണ്ടാന്ന് വെച്ചു. അപ്പൊ എല്ലാരും കോട്ടമലയ്ക്ക് പോകാന്ന് വിചാരിച്ചു. ഇത് വാമലിക്ക ഗൈസ്. കോട്ടമല കണ്ടു കഴിഞ്ഞിട്ട് വരുന്ന വഴിക്കാണെങ്കിൽ വാമലയിൽ കയറാന്ന് പറഞ്ഞിട്ടുണ്ട്. വാമലയിൽ കയറുമെന്ന് അറിയില്ല, പക്ഷെ ഞങ്ങൾ ഇപ്പോൾ പോണത് കോട്ടമലയ്ക്കാണ്. അപ്പൊ ഇനി അവിടെ പോയിട്ട് നോക്കാം. അവിടെ നല്ല സ്റ്റെപ്പും നല്ല ഹൈറ്റ് ഒക്കെ ആണെന്നാ പറഞ്ഞു. എന്നെ കൊണ്ടാണെങ്കിൽ നടക്കാനും പറ്റില്ല. നോക്കാം, അവിടെ എത്തിയിട്ട് നോക്കാം. ഓക്കെ, ഗൈസ്. ഞങ്ങൾക്ക് വഴി അറിയില്ല. ഞങ്ങൾ ഏതൊക്കെയോ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെയാണ് പോണേ. സംഭവം എവിടെയെന്ന് അറിയില്ല. ഇത് മൊത്തം ഓഫ് റോഡാണ്.
ഫുൾ ഓഫ് റോഡാ. ഇനിയും കുറച്ച് ദൂരം കൂടി പോകാനുണ്ടെന്ന് തോന്നുന്നു, അറിഞ്ഞൂടാ. നമ്മൾ നോക്കി നിൽക്കുക, ഇവരെല്ലാവരും പോകുന്നുണ്ട്. അപ്പോൾ നമുക്കും പുറകെ പോയി നോക്കാം. എന്തായാലും നല്ലൊരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് ആയിരിക്കും എൻ്റെ എക്സ്പൾസിൽ. ഓക്കെ, നോക്കാം ഗായ്സ്. ഞാനെന്തിനു വെറുതെ ഈ ഗായ്സ് എന്ന് പറയുന്നത്. അപ്പോൾ പിള്ളേരെ നോക്കാം നമുക്ക്. ഓഫ് റോഡാണ്, ഫുൾ സെറ്റ്. ഞാൻ അവിടെ പോയിട്ട് കാണിച്ചു തരാം. നമ്മൾ എൻ്റെ ഫോണിൽ ഭയങ്കര സ്റ്റോറേജ് അറിഞ്ഞു പോയി. കുറേ വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ കിടക്കുന്നുണ്ട്, അതുകൊണ്ട് സ്റ്റോറേജ് ഫുള്ള് നിറഞ്ഞു. അപ്പോൾ സംഭവം സ്ഥലത്ത് എത്തിയെന്ന് തോന്നുന്നു. സ്റ്റെപ്പൊക്കെ കാണുന്നു. എത്തി അവിടെ ഇറങ്ങി, എല്ലാവരും അവിടെ ഇറങ്ങി. ഇവിടെ തന്നെ തോന്നുന്നു നമ്മൾ സ്റ്റെപ്പൊക്കെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നടന്നു പോകണം തോന്നുന്നു. നോക്കാം എന്തായാലും. ഇവിടെ നിന്ന് നടന്നു പോകണം. ഈ സ്റ്റെപ്പ് തോന്നുന്നു. നമ്മൾ മാത്രം വന്നിട്ടുള്ളൂ, വേറെ ആരുമില്ല. സംഭവ സ്ഥലത്തേക്ക് നമ്മൾ മാത്രമേ എത്തിയിട്ടുള്ളൂ, വേറെ ആരും വന്നിട്ടില്ല.